ഞാൻ പ്രതിസന്ധികളിലൂടെയാണ് ഈ പൗരോഹിത്യത്തിലേക്ക് കടന്നു വന്നതെന്ന്. ഒത്തിരിയേറെ സഹനങ്ങൾ എൻ്റെ വഴികളിലുണ്ടായിരുന്നു, ബുദ്ധിമുട്ടുകൾ ഒത്തിരി എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു, ഒറ്റപ്പെട്ടു പോയ നിമിഷങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് ഒരു പുരോഹിതനാകുവാനായിട്ട് എനിക്ക് സാധിച്ചു എന്ന് ചോദിച്ചാൽ അത് എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ മേന്മ കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. നമ്മൾ പറയാറുണ്ട്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി പരിണമിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതം ഒരു വലിയ ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. അതായത്, ദൈവത്തിന് നിങ്ങളെ പറ്റി ഒരു വലിയ പദ്ധതി ഉണ്ടെങ്കിൽ, ദൈവത്തിന് നിങ്ങളെ പറ്റിയിട്ട് ഒരു സ്വപ്നമുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കുറവ് വന്നാലും, ആരൊക്കെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയാലും, നിങ്ങൾക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹിച്ചാൽ പോലും ദൈവം കൈപിടിച്ച് ഇങ്ങനെ മുന്നോട്ട് നയിക്കുന്ന ഒരനുഭവം അതായിരുന്നു എൻ്റെ സെമിനാരി ജീവിതം. എനിക്ക് ദൈവം അനുഭവമാകുന്നത് എൻ്റെ ഈ സഹനത്തിൻ്റെ കാലഘട്ടങ്ങളിലൂടെയാണ്. ഞാൻ ആലുവയിൽ പഠിക്കുമ്പോഴാണ് പ്രിയപ്പെട്ട സഹോദരൻ്റെ മരണമൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ തിരിച്ച് വീട്ടിൽ നിന്ന് സെമിനാരിയിലേക്ക് പോകുമ്പോൾ എല്ലാവരുടെയും ഒരു ചോദ്യം, ഇനി തിരിച്ചു പോകുവാണോ എന്നുള്ളതാണ്. ഞാനും വിചാരിച്ചിരുന്നത് തിരിച്ചു പോകാം എന്നുള്ളതാണ്. കാരണം വീട്ടിൽ ഇനി അപ്പനെയും അമ്മയൊന്നും നോക്കാൻ ആരുമില്ലല്ലോ എന്ന്. അപ്പം എല്ലാവരും എന്നോട് പറയാറുണ്ട്, അച്ഛന്മാരും എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട്, ഒന്നുകൂടി ഒന്ന് ആലോചിക്കണം, മുന്നോട്ട് പോകണോ വേണ്ടായോ എന്ന്. ഞാനിങ്ങനെ ഉത്തരം കിട്ടാതെ ഒരു 2-3 വർഷങ്ങൾ ഞാനിങ്ങനെ നടന്നിട്ടുണ്ട്. ഞാൻ ചെയ്തിരുന്ന ഒരു കാര്യം ഇത് മാത്രമാണ്. സാധാരണ നമ്മളെ പറഞ്ഞാലൊന്നും ആർക്കും ആ സമയത്ത് മനസ്സിലാവില്ല. കാരണം നമ്മൾ അനുഭവിക്കുന്ന സങ്കടം, ആ സങ്കടത്തിലൂടെ കടന്നുപോയ ഒരാൾക്കേ ആ സങ്കടമൊക്കെ മനസ്സിലാവുള്ളൂ. ഞാൻ ചെയ്തിരുന്ന ഒരു കാര്യം, ആലുവ സെമിനാരിയുടെ ബലിപീഠത്തിനും ഈ അച്ഛൻ ബലിയർപ്പിക്കുന്ന ബലിപീഠത്തിനും അതിനും പിന്നിൽ സക്രാരിക്കും അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിന് മുകളിൽ ഒരു വലിയ ക്രൂശിത രൂപമുണ്ട്. ആ ക്രൂശിത രൂപത്തിൻ്റെ പ്രത്യേകത, അതിൽ നിറയെ മുറിവുകളുള്ള ഒരു ക്രിസ്തു താഴേക്ക് നോക്കി കണ്ണ് തുറന്ന് കിടക്കുകയാണ്. പലപ്പോഴും രാത്രികളിൽ കിടന്നിട്ട് ഉറക്കം വരാത്ത നിമിഷങ്ങളിലൊക്കെ ഞാൻ മുറിയിൽ നിന്ന് വന്ന് ഞാൻ ആ ബലിപീഠത്തിൻ്റെ അവിടെ പോയിട്ട് ഇങ്ങനെ മുകളിലോട്ട് നോക്കി കിടക്കും. ഒത്തിരി കരയും ഞാൻ. എന്നിട്ട് ഞാൻ ചോദിക്കും, ഞാൻ സെമിനാരിലൊക്കെ പോകാൻ വന്നിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചതെന്ന്. ഞാൻ അച്ഛനാവാൻ വേണ്ടിയിട്ട് വന്നതല്ലേ, അപ്പോൾ എൻ്റെ വീട്ടുകാരെയൊക്കെ നോക്കേണ്ട ഉത്തരവാദിത്വം നിനക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ദൈവത്തോട് ഒത്തിരി പരിഭവമൊക്കെ പറയും. ഒന്നും മിണ്ടാതെ നിറയെ മുറിവുകളുള്ള ക്രിസ്തു എന്നെ താഴേക്ക് നോക്കും. സത്യത്തിൽ മനസ്സിലാക്കുവാൻ, പിടുത്തം കിട്ടുവാൻ ദൈവം മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിയുവാനായിട്ട് എന്നെ സഹായിച്ചു. അതുപോലെ തന്നെ ഈ ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ കടന്നു വന്ന് തിരിച്ചു പോകണമെന്ന് ഒത്തിരി തവണ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും പെട്ടിയെടുത്ത് പോകണം എന്നൊക്കെ ചിന്തിച്ചിട്ട് ഒത്തിരി തവണ ഞാൻ വിൻസെൻ്റ് അച്ഛനെയൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ ഞാൻ തിരിച്ചു വരുവാണ് എന്നൊക്കെ ഞാൻ പലതവണ പല അച്ഛന്മാരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ എപ്പോൾ തീരുമാനമെടുത്താലും പോകാൻ 99% ഞാൻ തീരുമാനം എടുക്കുമ്പോഴും 1% എൻ്റെ ഉള്ളിൽ ഇങ്ങനെ എന്നെ പിടിച്ചു നിർത്തുന്ന എന്തോ ഒരു സാധനം, 1%, അത് ദൈവമാണ്. ആ ദൈവമാണ് എന്നെ ഇന്നിവിടെ എത്തിച്ചത്. അപ്പോൾ പരമകാരുണ്യവാനായ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിലെ കുറവുകളൊന്നുമില്ലാതെ. അനിയൻ മരിച്ച് ഇങ്ങനെ ബോഡി കിടക്കുമ്പോൾ അമ്മ കരഞ്ഞ ഒരു കരച്ചിലുണ്ട്. അമ്മ ഇങ്ങനെയാണ് പറഞ്ഞത്, പ്രത്യേകിച്ച് അച്ഛന്മാരൊക്കെ വരുമ്പോൾ എൻ്റെ അമ്മ പറയും, അച്ഛാ ഇനി എൻ്റെ മോൻ ആരുമില്ല എന്ന് പറയും. അമ്മ ഒന്ന് തിരിച്ചു നോക്കണം, ഈ ഇരിക്കുന്ന പള്ളിയിലെ ആളുകൾ ഇത്രയും പേരൊക്കെ ഇവിടേക്ക് ഓടി എത്തണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആരും ഇല്ലാത്തത് കൊണ്ടല്ല, എനിക്ക് ഒത്തിരി പേര് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അമ്മ അന്ന് കരഞ്ഞ കണ്ണുനീര് ഞാൻ ഇപ്പോഴും ഓർത്തു പോവുകയാണ്. സത്യത്തിൽ ദൈവം എനിക്ക് ഒരു കുറവ് വന്നെങ്കിൽ സ്വർഗത്തിലെ അപ്പൻ ആ കുറവുകളൊന്നും അറിയിക്കാതെയാണ് എൻ്റെ ജീവിതത്തെ ഇവിടെ വരെ എത്തിച്ചത്. പരമകാരുണ്യവാനായ ദൈവത്തിന് ഞാൻ ഈ അവസരത്തിൽ നന്ദി അർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയാണ് എൻ്റെ ജീവിതത്തിൻ്റെ മറ്റൊരു വലിയ സഹായം. എൻ്റെ ഹൃദയത്തിലെ ഒരു സുഹൃത ജപം പോലെ ഞാൻ കൊണ്ടു നടക്കുന്ന പ്രാർത്ഥന എത്രയും ദൈവമുള്ള മാതാവേ എന്ന പ്രാർത്ഥനയാണ്. ഞാൻ ഓർത്തു പോകുന്നത്, എൻ്റെ അനിയൻ്റെ വേർപാടൊക്കെ ഞാൻ അറിയുന്നത്, എന്നോട് സെമിനാരി എന്ന് പറഞ്ഞത് അനിയൻ ഒരു അപകടം പറ്റി, പെട്ടെന്ന് വീട്ടിലോട്ട് പോകണമെന്ന്. അപ്പം ഞാനും ഹാനോക്കച്ചനും ഒരുമിച്ച് സെമിനാരി പഠിക്കുന്ന സമയമാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ബസ് കയറി ഞങ്ങൾ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു അപകടമാണ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. കയ്യിൽ ഫോണുണ്ട്. പെരുമ്പാവൂര് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുമ്പോൾ ഞാൻ വെറുതെ ഫോണിൻ്റെ നെറ്റ് ഇങ്ങനെ ഓണാക്കുകയാണ്. ഞാൻ നെറ്റ് ഓണാക്കുമ്പോൾ ഒത്തിരിയേറെ നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെ വരികയാണ്. ഞാൻ അതിലെ ഒരു നോട്ടിഫിക്കേഷനിൽ ഇങ്ങനെ തൊടുമ്പോൾ ഒരു വലിയ ഫോട്ടോയും അതിലൊരു അടിക്കുറിപ്പുമായിട്ടാണ് ഞാൻ എൻ്റെ അനിയൻ്റെ മരണം അറിയുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ഈ ഫോൺ ഇങ്ങനെ ഹാനോക്കച്ചനെ കാണിച്ചു.
ഹനോക്കച്ചൻ അവിടെ നിന്നുകൊണ്ട് കരഞ്ഞു. സത്യത്തിൽ എനിക്ക് കരച്ചിലൊന്നുമല്ല വന്നേ, ഒരു ഫുൾ ബോഡി മുഴുവൻ ഇങ്ങനെ മരവിച്ചു പോകുന്ന ഒരു അനുഭവം. അവിടെ മുതൽ എൻ്റെ വീട് വരെ, അല്ലെങ്കിൽ ആ അടക്കവും ശുശ്രൂഷകളും തീരുന്നിടം വരെയും എനിക്ക് വേറെ പ്രാർത്ഥിക്കാനായിട്ട് പ്രാർത്ഥനകളൊന്നും എൻ്റെ മനസ്സിലില്ല, ചിന്തിക്കാനായിട്ട് വേറെ ചിന്തകളൊന്നുമില്ല. ഒരൊറ്റ പ്രാർത്ഥന മാത്രം, എത്രയും ദയുള്ള മാതാവേ എന്നുള്ള പ്രാർത്ഥന. വീട്ടിലെല്ലാവരും കരഞ്ഞ് നിലവിളിക്കുമ്പോഴും അതൊന്നും കണ്ടിട്ടും ഞാൻ കരയാതെ, അല്ലെങ്കിൽ ഞാൻ അവിടെ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ എന്നെ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കുന്നൊരു അനുഭവം. അത് സെമിനാരിയിൽ ഞാൻ ഈ നടന്നു വരുന്ന വഴികളിലെല്ലാം അങ്ങനെ തന്നെയാണ്. ഇനി ഞാൻ നന്ദി പറയാൻ അവസാനത്തെ 2 പേർ കൂടിയേ ഉള്ളൂ. പ്രിയപ്പെട്ട പപ്പായ്ക്കും മമ്മിക്കും അപ്പച്ചനും അമ്മച്ചിക്കും ആണ് നന്ദി പറയാനുള്ളത്. ലോകത്തിൻ്റെ കണ്ണിൽ നോക്കുമ്പോൾ നിങ്ങളുടെ മകൻ ചെയ്തത് ഒരു ഭോഷത്വമാണ്. അപ്പനെ അമ്മയൊക്കെ നോക്കേണ്ട ഒരു മോൻ സെമിനാരിയിൽ തിരിച്ചു വരാനൊക്കെ കാരണങ്ങൾ ഉണ്ടായിരുന്നിട്ടും തിരിച്ചു വരാതെ സെമിനാരിയിൽ പഠിച്ച് ഇന്ന് അച്ഛനായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നേട്ടങ്ങളൊന്നും നേടി തന്നിട്ടില്ല. ഇന്ന് നിങ്ങളെയൊക്കെ ആശ്രയിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. പ്രിയപ്പെട്ട പപ്പ മമ്മി, പ്രിയപ്പെട്ട അപ്പച്ചൻ അമ്മച്ചി, നിങ്ങൾക്ക് എനിക്ക് തരാനുള്ളത് ഞാൻ മരിക്കുന്ന ആ ദിവസം വരെ എൻ്റെ പരിശുദ്ധ കുർബാനകളിൽ നിങ്ങളുണ്ടായിരിക്കും. ലോകത്തിൻ്റെ കണ്ണിൽ നോക്കുമ്പോൾ ഇതൊരു പോഴത്തരമാണെങ്കിലും ഒരു വലിയ കാര്യമുണ്ട്. ഇന്നു മുതൽ നിങ്ങളുടെ മകൻ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ സ്വർഗത്തിലും കെട്ടപ്പെടുകയാണ്. നിങ്ങളുടെ മകൻ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെ സകല സ്വർഗത്തിലും അഴിക്കപ്പെടുകയാണ്. നമ്മളോടുകൂടി, എന്നോടുകൂടി നമ്മുടെ വീടിൻ്റെ അംഗങ്ങളുടെ എണ്ണമൊക്കെ തീരുകയാണ്. നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. സ്വർഗത്തിൽ നമ്മുടെ പേര് എഴുതപ്പെട്ടിട്ടുണ്ട്. സ്വർഗത്തിൽ നമുക്കായിട്ട് നമ്മുടെ അപ്പൻ, സ്വർഗത്തിലെ അപ്പൻ, നിങ്ങൾക്ക് കുറവുകളൊന്നും വരാതെ ഞാൻ തിരിച്ചു വന്ന് നിങ്ങളെ രണ്ടുപേരെയും നോക്കുന്നതിനേക്കാൾ നന്നായിട്ട് സ്വർഗത്തിലെ അപ്പൻ നിങ്ങളെ രണ്ടുപേരെയും നോക്കും. ഇത് ഞാൻ കരയാതെ പറയണമെന്ന് ഞാൻ പണ്ട് മുതലേ ഇങ്ങനെ ആഗ്രഹിച്ചൊരു കാര്യമാണ്. ഇത് പറയുമ്പോൾ ചിലപ്പോൾ കരഞ്ഞു പോകുമെന്നുള്ളൊരു തോന്നൽ പണ്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കരയാണ്ട് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ട. മകൻ അച്ഛനായതിൻ്റെ പേരിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കോട്ടവും ദൈവം വരുത്തില്ല. കാരണം ഞാൻ വേലയ്ക്ക് ഇറങ്ങിയിരിക്കുന്ന എൻ്റെ യജമാനൻ എല്ലാ നിറവുകളുമുള്ള ഒരാളാണ്. ഒരു കുറവും വരുത്താതെ ആ യജമാനൻ എന്നെ പരിപാലിക്കുന്നത് പോലെ തന്നെ നിങ്ങളെയും പരിപാലിക്കും.